ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസിനെ പറ്റിയാണ്. അപ്പം അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതായത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇത് ഇൽനെസ്സും ഡെത്തും ഒക്കെ കോസ് ചെയ്യാറുണ്ട്. അപ്പോൾ malnutrition is the most important single cause of illness and death globally, accounting 12% of all deaths and 60% of disability. The problem of malnutrition in India has been recognized in the inception of 5-year plans, and number of nutritional programs have been introduced for combating it. These programs helping in bring down the morbidity and mortality due to the malnutrition. So malnutrition സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഡെവലപ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് മെയിൻലി നമ്മൾ ഈ ഒരു മാൽന്യൂട്രീഷനെ പറ്റി ചിന്തിക്കുകയും അന്നത്തെ കാലത്ത് ഒരുപാട് മരണനിരക്കും ശിശുമരണനിരക്കും ഒക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് കുറച്ച് ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ നമ്മൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർ ബ്രിങ്ങിങ് ദ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് ഡ്യൂ ടു ദ മാൽന്യൂട്രീഷൻ. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻലി നമ്മുടെ ഇന്ത്യയിലുള്ള ന്യൂട്രീഷണൽ പ്രോഗ്രാം. മിഡ് ഡേ മീൽ പ്രോഗ്രാം കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഡേറ്റ് ഓഫ് ദ ലോഞ്ച് ഈസ് 1961. അയഡൻ ഡെഫിഷ്യൻസി പ്രോഗ്രാം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതിൻ്റെ കീഴിൽ 1962 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്ലൈഡ് ന്യൂട്രീഷണൽ പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് 1963 ലോഞ്ച് ചെയ്തു. നാഷണൽ പ്രോഗ്രാം ഓഫ് വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 1970 ലോഞ്ച് ചെയ്തിരിക്കുന്നു. നാഷണൽ ന്യൂട്രീഷണൽ അനീമിയ കൺട്രോൾ പ്രോഗ്രാം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 1970 ലോഞ്ച് ചെയ്യാണ് ചെയ്തത്. സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം ഹെൽത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് 1970s. ബൽവാടി ന്യൂട്രീഷണൽ പ്രോഗ്രാം സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി ഇൻ 1970s ആൻഡ് ICDS അത് സോഷ്യൽ വെൽഫെയർ തന്നെ 1975 ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഫസ്റ്റ് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ തന്നെ മിഡ് ഡേ മീൽ സ്കീം ഇൻ 1961. സോ മിഡ് ഡേ മീൽ സ്കീം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാൻ എന്നുള്ളത്. അപ്പം ദാരിദ്ര്യം മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജോലിക്ക് പോവേണ്ടി വരുന്ന ഒരു അവസ്ഥ കാരണം കുട്ടികളിൽ അവർക്ക് ആവശ്യം കിട്ടേണ്ട ദാരിദ്ര്യം കാരണം കിട്ടാനൊന്നും ഭക്ഷണം കിട്ടാനും വയ്യ, ന്യൂട്രീഷൻസിൻ്റെ കുറവ്, അങ്ങനെ അവരിൽ ഒരുപാട് മോർബിഡിറ്റി റേറ്റുകളൊക്കെ വന്ന സമയത്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഇന്ത്യയിൽ. അതായത് സ്കൂളുകളിൽ വരുന്ന കുട്ടികൾക്ക് ഫ്രീ ലഞ്ച് കൊടുക്കുക. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊവിഷൻ ഓഫ് ലഞ്ച് ഫ്രീ ഓഫ് കോസ്റ്റ് ടു സ്കൂൾ ചിൽഡ്രൻ ഓൺ ഓൾ വർക്കിംഗ് ഡേയ്സ്. 106 മില്യൺ ചിൽഡ്രൻസ് 8 ലക്ഷം സ്കൂളുകളിൽ 576 ഡിസ്ട്രിക്റ്റുകളിലായിരുന്നു ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ചിൽഡ്രൻ, protecting children from classroom hunger, increasing school enrollment and attendance, improved socialization among children belong to all castes. The scheme has a long history, especially in Tamil Nadu and Gujarat. മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എൻകറേജ് ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം അറ്റൻഡൻസ് ഒക്കെ കൂട്ടാനും അവരെ നമ്മുടെ സ്കൂളിലോട്ട് ഭക്ഷണം കിട്ടുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ദാരിദ്ര്യമായ കുട്ടികളൊക്കെ വരികയും സ്കൂളുകളുടെ അംഗസംഖ്യ കൂട്ടാനും, പിന്നെ അതുപോലെ തന്നെ വിശന്നിരുന്ന് കുട്ടികൾ പഠിക്കാതിരിക്കാനൊക്കെ ആയിട്ട്, പിന്നെ അതുപോലെ എല്ലാ കാസ്റ്റിലുള്ള താഴേക്കിടയിലുള്ള കാസ്റ്റിൽ, അതായത് വളരെ താഴേക്കിടയിലുള്ള കാസ്റ്റുകളിലുള്ള കുട്ടികൾക്ക് പോലും അവരുടെ സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ. മെയിൻലി ഇത് തമിഴ്നാടു ആൻഡ് ഗുജറാത്തിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനൊരു ലോങ് ടേം ഓഫ് ഹിസ്റ്ററി പറയാനുണ്ട്. And it has been expanded to all parts of the India after a landmark direction by the Supreme Court of India on November 28, 2001. The success of this scheme is illustrated by the tremendous increase in the school participation and competition rates in Tamil Nadu. മെയിൻലി തമിഴ്നാടുവിലുണ്ടായിരുന്ന ഒരു വലിയൊരു
കുട്ടികളുടെ സ്കൂൾ പാർട്ടിസിപ്പേഷനും കുട്ടികളുടെ ഒരു റേറ്റ്സും ഒക്കെ കൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ നവംബർ 28, 2001 ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്കൂളുകളിലും കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവിറക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിൻ്റെ ഒരു പൈനിയർ എന്ന് പറയുന്നത് മദ്രാസ് കോർപ്പറേഷൻ that started providing cooked meals to children in corporation school in the Madras city in 1923. And this program was introduced in a large scale in 1962 in Tamil Nadu. Major thrust came in 1982, decided to universalize the scheme for all children in government schools in primary classes in Tamil Nadu. Later, the program was expanded to cover all children up to 12th class. അപ്പോൾ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്രോഗ്രാമിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദ മീൽ ഷുഡ് ബി സപ്ലിമെൻറ്റ് ആൻഡ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ദ ഹോം ഡയറ്റ്. സപ്ലിമെൻ്ററി ഉള്ള ഫുഡ് എന്നുള്ള രീതിയിലായിരിക്കണം, പക്ഷെ ഹോം ഡയറ്റ് തന്നെയാണ്, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് മെയിനായിട്ട് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. മീൽ ഷുഡ് സപ്ലൈ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദ ടോട്ടൽ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് ഹാഫ് ഓഫ് ദ പ്രോട്ടീൻ നീഡഡ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡിനകത്ത് ആ ഭക്ഷണത്തിൻ്റെ 1/3 ഭാഗം എനർജി റിക്വയർമെൻറ്റും പകുതി ഭാഗം പ്രോട്ടീൻ നീഡഡും ആയിരിക്കണം. ദ കോസ്റ്റ് ഓഫ് ദ മീൽ ഷുഡ് ബി റീസണബിളി ലോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലായിരിക്കണം ഫുഡ് കൊടുക്കേണ്ടത്. ദ മീൽ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഈസിലി ഇൻ സ്കൂൾസ്. നോ കോംപ്ലിക്കേറ്റഡ് കുക്കിംഗ് പ്രോസസ് ഷുഡ് ബി ഇൻവോൾവ്. അപ്പോൾ വീട്ടിൽ നമുക്ക് സ്കൂളിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുക്കിംഗ് പ്രോസസ് ഉള്ള ഫുഡുകളായിരിക്കരുത്. As far as possible, locally available foods should be used. This will reduce the cost of the meal and the menu should be frequently changed to avoid monotony. അപ്പോൾ വിരസതയൊക്കെ കുറയ്ക്കാനായിട്ട് ഡിഷസുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോക്കലി കിട്ടുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീൽസിൻ്റെ റേറ്റ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നു പ്രിൻസിപ്പിൾസിൽ പറയുന്നു. അപ്പോൾ മോഡൽ മെനു എന്ന് പറയുന്നത് ഫുഡ് സ്റ്റഫ്സ്, സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ് 75 gram per day per child ആണ് പറയുന്നത്. പൾസസ് വരുമ്പോൾ 30 gram per day per child. ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് 8 gram, ലീഫി വെജിറ്റബിൾസ് 30 gram and non-leafy vegetables 30 gram. നെക്സ്റ്റ് പ്രോഗ്രാമാണ് നാഷണൽ അയോഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം ഓർ NIDDCP. So National Goiter Control Program was launched in 1962, and it main aims of this particular program was to reduce the prevalence of IDD, iron deficiency disorder reduce ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 10% among adults and to less 5% in children's and 0% for the newborn babies. So objectives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to access the magnitude of iron deficiency disorder problem in the country, to access the impact of control measure after 5 years, to monitor the quality of iodized salt available to consumer, to conduct IEC campaign for promoting community participation in the implementation of the program. So മെയിൻലി നിങ്ങൾ ടി വിയിൽ പരസ്യം കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഒരു കടയിൽ പോകാൻ നേരത്ത് സാധാരണ ഉപ്പ് വാങ്ങുന്ന ഒരാളുടെ അടുത്ത് വേറെ ആൾ പറയുന്നുണ്ടാവും സാധാരണ ഉപ്പിനകത്ത് അയഡിൻ ഉണ്ടാവില്ല, അപ്പോൾ അയഡിൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോയിറ്റൽ, അതായത് തൊണ്ടയിൽ മുഴ വരുന്ന പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവും. മെയിൻലി സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അയഡൈസ്ഡ് ഉപ്പ് ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ മിനിസ്ട്രി ഓഫ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒക്കെ നമുക്ക് പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ മെയിൻലി നമ്മൾ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കുക, അതുകൊണ്ടുണ്ടാവുന്ന ഗോയിറ്റർ പോലുള്ള അസുഖങ്ങൾ ഇല്ലാണ്ടാക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ IEC ക്യാമ്പയിൻ ഫോർ പ്രൊമോട്ടിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് പ്രോഗ്രാം പരസ്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പണൻസ് ഓഫ് IDDC പ്രോഗ്രാം എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കമ്പണൻസ്? നമ്മൾ അയഡൈസേഷൻ, സോൾട്ട് ആൻഡ് ഓയിൽ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്ററിങ് ആൻഡ് സർവൈലൻസ്, മാൻ പവർ ട്രെയിനിങ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇതായിരുന്നു മെയിൻലി വരുന്ന കമ്പണൻസ് ഈ പ്രോഗ്രാമിനകത്ത്. അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് കൺവീനിയൻറ്റ് ആൻഡ് എഫക്റ്റീവ് മീൻസ് ഓഫ്
mass prophylaxis access for അയൺ ഡെഫിഷ്യൻസി ഡിസോർഡർ. നമ്മൾ മെയിനായിട്ട് പറയുന്നത് അയഡൈസ് സോൾട്ട് ആണ്, ചീപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കുറച്ച് എടുത്താൽ മതിയല്ലോ ഉപ്പ്. ആഫ്റ്റർ PFA ആക്ട്, level of iodization in 30 ppm at manufacturer level and 50 ppm at consumer level. Addition of 30 mg of iodine per kg, usually in the form of potassium iodate, and potassium iodate is more stable in warm, damp and tropical climate. So next solution is iodized oil through injection. So IM iodized oil like poppy seed oil, sunflower oil, and 1 ml of IM injection will provide protection for 4 years. More expensive than iodized salt, this process, and less practicable as it is very difficult to reach each and every one to give injection. So iodized oil or sodium iodide tablets also tried, more costly than IM injection. Iodine monitoring and surveillance components. So iodine excretion determination and determination of iodine content in soil and food, determination of iodine in salt at factory level and wholesale and retail level and community or consumer level. Manpower training വരുമ്പോഴത്തേക്കും training for a health worker in all approaches of IDD control and training on public education like ASHA worker or അംഗനവാടി വർക്കേഴ്സിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അഡ്വൈസറിനെ നമ്മൾ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആശ വർക്കേഴ്സ് ഒക്കെ വരുന്നത് കാണാം. ഓരോ പർട്ടിക്കുലർ പ്രോഗ്രാമുകളെ നമുക്ക് പരിചയപ്പെടുത്താനും അതിലെന്തൊക്കെ കിട്ടും എന്നുള്ള പരിചയപ്പെടുത്താനും അതിന് എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് പറയാനായിട്ടൊക്കെ ആശാ വർക്കേഴ്സ് നമ്മൾ വീട്ടിൽ വരാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ, അത് ലൈക്ക് ത്രൂ പോസ്റ്റേഴ്സ്, റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് അതർ മീൻസ് എന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഇങ്ങനെ നമ്മൾ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ, മിനിസ്ട്രിയുടെ പരസ്യങ്ങളുണ്ട്, സ്വച്ഛത അഭിയാൻ, പിന്നെ കൃഷിദൂത, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മിനിസ്ട്രീസ് ഒക്കെ ഇറക്കുന്ന പരസ്യങ്ങളുണ്ട് ബോധവൽക്കരണത്തിന്. സോ അതാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. Next program is Applied Nutrition Program. So one of the earliest nutritional programs by Ministry of Rural Development. This project was started in Orissa and 1963. Later extended to Tamil Nadu and UP in 1973. Extended to all the states in. So objectives to make all the people conscious about their nutritional needs and to increase the production of nutritious foods and its consumption, and to provide supplementary nutrition to vulnerable groups through local production of food. The program aimed at the approach of self-reliance to be developed at the community and individual level. And the beneficiaries എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ children between 2 to 6 years ആണ്, and അതുപോലെ തന്നെ pregnant and lactating mothers. സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷണൽ വർത്ത് 25 paise ഫോർ ചിൽഡ്രൻ ആൻഡ് 50 paise ഫോർ പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമൺ ഫോർ 52 days ഇൻ എ ഇയർ. സോ ഇതൊക്കെ ഇപ്പോൾ ആ റേഞ്ചസ്, ആ റേറ്റ് ഒക്കെ ഇപ്പം 1-2 രൂപ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓർഗനൈസേഷൻ വരുമ്പോഴത്തേക്കും ദ പ്രോഗ്രാം ഈസ് ഇംപ്ലിമെന്റഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. ദ ബാൽ സേവികാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് a helper undertake the program activities at the village or community level. Next program ആണ് Vitamin A Prophylaxis Program 1970. This is an important program. സാധാരണ എക്സാമുകൾക്കൊക്കെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. സോ VAD Vitamin A Deficiency Program, mainly most common cause of preventable blindness in 1 to 3 years. ചിൽഡ്രൻസിലാണ് മെയിൻലി ഈ പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 20 to 40 million children worldwide estimated have at least mild vitamin A deficiency, half residing in India. Okay, അപ്പോൾ 40 മില്യണോളം കുട്ടികളെ ഏകദേശം ലോകത്തിൽ സർവൈവ് ചെയ്യുന്നുണ്ട്, അതിൽ പകുതിയോളം ഇന്ത്യയിലാണെന്നാണ് സർവേസ് പറയുന്നത്. മെയിൻലി VAD causes an estimated of 60,000 children in India to go blind each year. So prevalence rates vary greatly among the states and range from less than 1% to 6%. Prevalence of xerophthalmia 0.6% as per GVD,
Global Burden of Disease 2000 estimates. PAD in India remains a significant public health problem. So, National Vitamin A Prophylaxis Program was started in 1971 and അത് RCH program ഫ്രം 1977 ഉള്ള ഒരു ഭാഗമാക്കിയിട്ട് അത് മാറ്റി പിന്നീട്. അതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻ എ ഡെഫിഷ്യൻസിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അതുപോലെ തന്നെ ബയോടോട്ട് സ്പോട്ട്, അതൊരു വിറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ്. അതിൻ്റെ അളവ് കുറച്ച് 0.5% വരെ ആക്കുക. അതുപോലെ തന്നെ ടു ബ്രിങ് ഡൗൺ ദ പ്രിവലൻസ് ഓഫ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ടു ലെസ് ദാൻ 1%. സോ ഇതായിരുന്നു മെയിനായിട്ട് അതിൽ വരുന്ന സോ ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും 1992 വരെ ഏകദേശം 2 ലക്ഷം IU യൂണിറ്റ്. IU യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ്, വാക്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നതിൻ്റെ ഒരു യൂണിറ്റ്. സോ IU യൂണിറ്റ് ഓറലി ആണ് ചിൽഡ്രൻ ബിറ്റ്വീൻ 2 to 6 years, 2 വയസ്സ് തൊട്ട് 6 വയസ്സിന് ഇടവേളയിലുള്ള കുട്ടികൾക്ക് നമ്മൾ 6 മാസത്തെ ഇൻ്റർവെല്ലിൻ്റെ ബേസിസിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് 1992 തന്നെ CSSM പ്രോഗ്രാം ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മെഗാ ഡോസസ് ഓഫ് വിറ്റമിൻ എ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ത്രൂ ഓറലി തന്നെ. പക്ഷെ അതിൽ വരുമ്പോഴത്തേക്കും 9 months to 3 years വരെ കുട്ടികൾക്ക്. അത് എന്തിനാ മെയിൻലി നമ്മൾ ബ്ലൈൻഡ്നെസ്സിന് മാത്രമല്ല, വിറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് അതിനൊക്കെ. അതിനുശേഷം പിന്നെ 5 വർഷം വരെയായിട്ട് അതൊരു എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. സോ വിറ്റമിൻ എ പ്രൊഫൈലാക്സിസിൻ്റെ ഷെഡ്യൂളാണ് 9ാം മാസം നമ്മൾ 10,000 IU കൊടുക്കും ഓറലി, അതിൽ എലോങ് വിത്ത് മീസൽസ് വാക്സിൻ. 18ാം മാസം 20,000 IU, അത് എലോങ് വിത്ത് ദ ബൂസ്റ്റർ ഡോസ് ഓഫ് DPT ആൻഡ് OPV. പിന്നെ 24ാമത്തെ മാസം, അതായത് 2 വയസ്സാകുമ്പോൾ 20,000 യൂണിറ്റ് വീണ്ടും കൊടുക്കും. അത് ഒറ്റയ്ക്ക് മാത്രമേ കൊടുക്കുക, അതിൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ 30ാം മാസം, അതുപോലെ 36ാമത്തെ മാസവും നമ്മൾ 20,000 IU വെച്ച് കൊടുക്കും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മീഡിയം ടേം മെഷർ ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ്. അതെന്ന് പറയുമ്പോൾ വനസ്പതി ഫോർട്ടിഫിക്കേഷൻ വിത്ത് വിറ്റമിൻ എ ആൻഡ് ഡി ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 2,500 IU ഓഫ് വിറ്റമിൻ എ ആൻഡ് 175 IU ഓഫ് വിറ്റമിൻ ഡി പെർ 100 grams. അതുപോലെ ഫോർട്ടിഫൈഡ് മിൽക്ക് കറൻ്റ്ലി 62 dairies and fortifying milk with 200 IU per 100 ml with future plans for expansion. Other food considered for fortification include sugar, salt, tea, margarine, dried skim milk, etc. Fortification എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൽ കൂടെ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വിറ്റമിൻസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത് ഫുഡായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ലോങ് ടേം മെഷേഴ്സിനകത്ത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഡയറ്ററി ഇംപ്രൂവ്മെൻറ്റ്, നമ്മുടെ ഫുഡിനകത്തൊക്കെ ഉള്ള ഇംപ്രൂവ്മെൻറ്റ്. അതിൽ നമ്മൾ വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള അതില്ലാണ്ടാക്കുന്ന ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ. അപ്പം ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു നല്ല ഫുഡ് ഡയറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മൊത്തം വിറ്റമിൻസിൻ്റെയും നീഡ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാം. അതുമൂലം നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകാതെ നോക്കാം, അതെങ്ങനെ ഇല്ലാണ്ടാക്കുക അസുഖങ്ങളെ എന്നുള്ള രീതിയിലുള്ള ഒരു അവബോധം കൊടുക്കുക. പിന്നെ ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ്, നമ്മൾ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുക ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾക്കെതിരെ. പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയറിയൽ ഡിസീസ്, ബെറ്റർ ഫീഡിങ് പ്രാക്ടീസ് ഓഫ് ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ. സോ ഇതൊക്കെയാണ് ലോങ് ടേംസിൽ. സോ നെക്സ്റ്റ് പ്രോഗ്രാമാണ് പ്രൊഫൈലാക്സിസ് അഗെയിൻസ്റ്റ് ന്യൂട്രീഷണൽ അനീമിയ. അത് 1970s. സോ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 1970-ലാണ്. 1992 ഇറ്റ് ബിക്കം എ പാർട്ട് ഓഫ് CSSM പ്രോഗ്രാം. അതുപോലെ 1997 ഇറ്റ് ബിക്കം പാർട്ട് ഓഫ് RCH പ്രോഗ്രാം. സോ പ്രഗ്നന്റ് മദേഴ്സിന് 1 tablet ഓഫ് IFA പെർ ഡേ ഫോർ 100 days നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ അനീമിക് മദേഴ്സിനും 2 tablets വെച്ചാണ് നമ്മൾ കൊടുക്കുക 100 days. പിന്നെ
കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ്സ് വെച്ച് തന്നെ എല്ലാ 100 ദിവസവും. ഓക്കെ, IFA ടാബ്ലറ്റ്സ്. പിന്നെ ഓൾ അക്സെപ്റ്റേഴ്സ് ഓഫ് ഫാമിലി പ്ലാനിങ് IUD ആർ ഗിവൺ 1 ടാബ്ലറ്റ് ഓഫ് IFA ഫോർ 100 days. പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് പെർ വീക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രിവലൻസ് ഓഫ് ന്യൂട്രീഷണൽ അനീമിയ ഇൻ ഇന്ത്യ. സോ 65% ഓഫ് ഇൻഫൻസ് ആൻഡ് ടോഡ്ലേഴ്സ് അതിൽ കാണുന്നുണ്ട് ഈ അനീമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. 60% 1 to 6 years ഓഫ് ഏജിലും കാണാറുണ്ട്. 89% ഓഫ് അഡോളസൻസ് ഗേൾസ് അതിൽ അനീമിക് കാണാറുണ്ട്. 85% ഓഫ് പ്രഗ്നന്റ് വുമൺ അവർക്ക് സിവിയർ ആയിട്ട് ഒക്കെ കാണിക്കും അനീമിക് കണ്ടീഷൻസ്. പ്രിവലൻസ് ഓഫ് അനീമിയ വാസ് മാർജിനലി ഹയർ ഇൻ ലാക്ടേറ്റിംഗ് വുമൺ ആസ് കമ്പയർഡ് ടു പ്രഗ്നൻസി. സോ ലാക്ടേറ്റിംഗ് സമയത്ത് ഈ അമ്മ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അമ്മയിലെ ന്യൂട്രിയൻസിന്റെ അളവ് കുറയാനും അമ്മ അനീമിക് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അമ്മമാര് ലാക്ടേറ്റിംഗ് അമ്മമാരിൽ ഇതൊരു മെയിൻ പ്രോബ്ലം ആയിട്ട് കാണാറുണ്ട്. ദ കോമണസ്റ്റ് ഈസ് ദ അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ ഇത് ബെനിഫിഷ്യറീസ് ആണ്. അതൊരു ടേബിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. പിന്നെ സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം പറയുന്നുണ്ട് അതിൽ 1970s അടുത്ത പ്രോഗ്രാമാണ് സ്പെഷ്യൽ ന്യൂട്രീഷൻ പ്രോഗ്രാം. സോ അത് 1970 ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിൽഡ്രൻസ് ബിലോ 6 years ഓഫ് ഏജ്, പിന്നെ പ്രഗ്നൻസ് ആൻഡ് നഴ്സിംഗ് മദേഴ്സ്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, അർബൻ സ്ലബ്സ്, ട്രൈബൽ ഏരിയസിലേക്കുള്ള ബാക്ക്വേർഡ് റൂറൽ ഏരിയാസിലുള്ള ആളുകൾ, അവർക്കൊക്കെയാണ് ഈ പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത്. സോ ഇതിന്റെ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും supplementary food supplies about 300 kilocalorie and 10 to 12 grams of protein per child per day. പിന്നെ മദേഴ്സിന് ഡെയിലി 500 kilocalorie and 25 grams of protein കൊടുക്കുക. സപ്ലിമെന്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ 300 days in a year. It is gradually being merged with the ICDS program. സോ നെക്സ്റ്റ് പ്രോഗ്രാം ആണ് ബാൽവാടി ന്യൂട്രീഷൻ പ്രോഗ്രാം. സോ അതിൽ ഈ പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1970s 6000 ബാൽവാടി സെന്റേഴ്സ്, അംഗനവാടി സെന്റേഴ്സിലാണ് നമ്മളിത് കൊടുക്കുന്നത്. 3 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് മെയിൻലി നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അംഗനവാടിയിൽ പോകുന്ന കുട്ടികൾ. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളിലെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻസിന് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് 300 kilocalorie പിന്നെ 10 gram ഓഫ് പ്രോട്ടീനും പെർ ചൈൽഡ് പെർ ഡേ ഫോർ 270 days. അതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. സോ ഇതിൽ വരുമ്പോഴത്തേക്കും 1975 ICDS പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years. സോ ഇൻഫൻസ് ടു 6 years വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്, അംഗനവാടി പോകുന്ന കുട്ടികൾക്ക്. അവരുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി, മോർബിഡിറ്റി ആൻഡ് മാൽ ന്യൂട്രീഷൻ കുറയ്ക്കാനും സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിനെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വന്നത്. ടു എൻഹാൻസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ മദർ ടു ലുക്ക് ആഫ്റ്റർ ദ നോർമൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ദ ചൈൽഡ് ത്രൂ പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഈ സ്കീം വന്നേക്കുന്നത് വൾണറബിൾ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻസ്, അവർക്കാണ് നമ്മളിത് പറയുന്നത്. ഇതിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമൺ ആൻഡ് നഴ്സിംഗ് മദേഴ്സ് ബിലോങ്സ് ടു പുവറസ്റ്റ് ഓഫ് ദ പുവർ ഫാമിലീസ് ആൻഡ് ലിവിംഗ് ഇൻ ബാക്ക്വേർഡ് റൂറൽ ഏരിയാസ്, ട്രൈബൽ ഏരിയാസ് ആൻഡ് അർബൻ സ്ലംസ്. അവർക്കും ഇതൊരു ബെനിഫിഷ്യറി ആയിട്ട് നമുക്ക് ഇതിന്റെ ഉപകാരങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബെനിഫിഷ്യറീസ് ഈസ് ഡൺ ത്രൂ സർവൈവിംഗ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിഫൈ ദ ഫാമിലീസ് ലിവിംഗ് ബിലോ ദ പോവർട്ടി ലൈൻ. പാക്കേജ് ഓഫ് ദ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും സപ്ലിമെന്ററി ന്യൂട്രീഷൻ, ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് ചെക്കപ്പ്, ട്രീറ്റ്മെന്റ് ആൻഡ് റെഫറൽ സർവീസസ്, നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ആണ് ഇതിന്റെ ഒരു പാക്കേജ്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്ലിമെന്ററി ന്യൂട്രീഷൻ മെയിൻലി കിട്ടുന്നത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതുപോലെ അഡോളസൻസ് ആയിട്ടുള്ള ഗേൾസിന്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് മദേഴ്സ്, അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക്, which comes under the scheduled caste and tribes who monthly income less than 300 rupees and landless agriculturists.
പിന്നെ ഇത് മെയിൻലി കൊടുക്കുന്നത്, ഈ സപ്ലിമെന്ററി ന്യൂട്രീഷൻ കൊടുക്കുന്നത് 300 ദിവസം കൊടുക്കും ഉച്ചക്കലത്തെ ഭക്ഷണം. ജസ്റ്റ് ഇതിൽ കൂടെ നിങ്ങൾ നോക്കുക ഈ ഒരു ടേബിള്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് പ്രീ എലിമെന്ററി എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. അതുപോലെ തന്നെ അവരുടെ ടെക്സ്റ്റുകളും ഫോർമൽ അവേഴ്സ് ഓഫ് ടീച്ചിങ് വിത്തൗട്ട് സിലബസ് ആൻഡ് ടെക്സ്റ്റ്. പിന്നെ ടീച്ചിങ് ഈസ് മിക്സ്ഡ് വിത്ത് പ്ലേ, നമ്മൾ കുട്ടികളെ കളിപ്പിക്കുകയും കാര്യങ്ങൾ ചാർട്ട് അതൊക്കെ ഉണ്ടാക്കി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഫോർമൽ എഡ്യൂക്കേഷൻ ജസ്റ്റ്. പിന്നെ വരുന്നത് ഇമ്മ്യൂണൈസേഷൻ ആണ്. അത് എന്ന് പറയുമ്പോഴത്തേക്കും അംഗനവാടി ആൻഡ് വിത്ത് അംഗനവാടി ഹെൽത്ത് വർക്കേഴ്സിന്റെ, ഫീമെയിൽ ആശാ വർക്കേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിന് പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർ ടി-ടിയുടെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തോ എന്നുള്ളത് തറോയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ട്രീറ്റ്മെന്റ് ആൻഡ് റെഫറൽ സർവീസസ്, അതെന്ന് പറയുമ്പോഴത്തേക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് HWF get all needy children treated for minor illness like diarrhea, ARI and minor cuts, fever, etc. All other cases and several malnutrition refers to medical officers of PHC. Growth monitoring, അപ്പോൾ ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പ്രീ സ്കൂളിംഗ് സമയത്ത് അവരുടെ വെയിറ്റ് കാര്യങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഈ അംഗനവാടി വർക്കേഴ്സ് എന്ത് ചെയ്യും, മാർക്കും റെക്കോർഡും ചെയ്ത് വെക്കുന്നുണ്ടാവും. ഈ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിന്റെ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് ഫ്രം റിമാർക്കബിൾ ഇംപ്രൂവ്മെന്റ്സ് മെയ്ഡ് ഇൻ ചൈൽഡ് സർവൈവൽ ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഡിക്രീസ് ഇൻ പ്രിവലൻസ് ഓഫ് മാൽന്യൂട്രീഷൻ എമംഗ് പ്രീ സ്കൂൾ ചിൽഡ്രൻ, improved immunization coverages in ICDS area, decrease in IMR in ICDS area, improvement in school enrollment and reduction in school dropout rate ICDS areas 1992. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആൻസർ ചെയ്യുക. അപ്പോൾ ഹെൽത്ത് ന്യൂട്രീഷൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ICDS പ്രോഗ്രാമിൻ്റെ ബെനിഫിഷ്യറീസ് എന്തൊക്കെയാണ്, വിറ്റമിൻ എ ഡെഫിഷ്യൻസികൾ ഏതൊക്കെയാണ്. സോ ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കമൻറ്റ് സെക്ഷനിൽ പറയുക.